ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ പെട്ടെന്നൊരു ദിവസം ആ ഒരു ചാനൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ക്രിയേറ്റർക്ക് അത് വളരെ പെട്ടെന്ന് മനസ്സിലാകും. കാരണം അവരുടെ ചാനൽ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ എത്രത്തോളം അവർ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അവരുടെ ചാനലിനെ പറ്റി പറയുമ്പോൾ ആ ഒരു ക്രിയേറ്റർക്ക് മനസ്സിലാകും. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ചാനൽ നഷ്ടപ്പെടുമ്പോഴുള്ള അവസ്ഥ നമുക്ക്, അതായത് ഞാൻ പറയുന്നത് ഇത് കാണുന്നത് മിക്കവാറും ക്രിയേറ്റേഴ്സ് ആയിരിക്കും, പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട ഒരു ചാനലിനെ കുറിച്ചാണ്, അതുപോലെ ആ ചാനൽ നഷ്ടപ്പെടാൻ കാരണം എന്താണ്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇത് കാണുന്ന നിങ്ങൾക്കും ഇതുപോലെ ചാനൽ നഷ്ടപ്പെടാനുള്ള ഈ ഒരു സംഭവം നിങ്ങളുടെ മുന്നിലും വന്നേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അലേർട്ടായിട്ടിരിക്കണം. ഒട്ടുമിക്ക ക്രിയേറ്റേഴ്സിനും ഇതുപോലെയുള്ള ഭീഷണികൾ വരാറുണ്ട്. എൻ്റെ ഇൻബോക്സിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് ഇതുപോലെയുള്ളത്. അപ്പോൾ പലതും നമുക്ക് സംശയം തോന്നും. ചിലപ്പോൾ ജെന്യുവിനായിട്ടുള്ളത് വരെ നമ്മൾ സംശയക്കണ്ണോടെ നോക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ജോമിയ ആൻഡ് നിർമ്മൽ എന്ന് പറയുന്ന ഒരു ചാനൽ, 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ, 2 ദിവസം മുന്നേ അവർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ചാനൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം 24 hours കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു ചാനൽ തിരിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ചാനലിൽ എന്ത് തെറ്റാണ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് അവരുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടത്, നിങ്ങളിതിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ജോമിയ ആൻഡ് നിർമ്മൽ എന്ന് പറയുന്ന ഈ ഒരു ചാനലാണ് ഹാക്ക് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പലരും ഈ ഒരു ചാനൽ കണ്ടിട്ടുണ്ടാകും. നല്ല റീച്ചുള്ള ചാനലാണ്. അപ്പോൾ ഈ ഒരു ചാനൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള കാരണം, അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ അവർക്കത് ഒരുപാട് പ്രൊമോഷനുകൾ വരും. സബ്സ്ക്രൈബ് കൗണ്ട് കൂടുന്നതിനനുസരിച്ച് ചാൻസ് കൂടുതലാണല്ലോ. അതുപോലെ കൊളാബൊക്കെ ചെയ്യാനൊക്കെ, സ്പോൺസർഷിപ്പൊക്കെ വരുന്നൊരു ചാനലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെയിൽ വന്ന കൂട്ടത്തിൽ ഇവർക്ക് ഒരു മെയിൽ വന്നു. അപ്പോൾ ആ ഒരു മെയിൽ കാണുമ്പോൾ ആരായാലും അത്യാവശ്യം സബ്സ്ക്രൈബ് കൗണ്ട് ഉള്ളത് കൊണ്ട് അവർക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് മെയിൽ വരാറുണ്ടെന്ന്. പക്ഷേ അവരുടെ ആ ഒരു ഇത്ര ഡോളർ തരാം അല്ലെങ്കിൽ ഇത്ര ക്യാഷ് തരാമെന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കും, എനിക്ക് ആകെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയേ ഉള്ളൂ, ഈ ഒരു ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് ഇത്രയും ക്യാഷ് ഇവർ തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ജെന്യുവിനാണോ എന്നുള്ളത് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു രീതിയിൽ ഇവർക്ക് ചിന്തിക്കേണ്ടതില്ല. കാരണം ഇവർക്ക് 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് വരുന്നൊരു പ്രൊമോഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് വരുന്ന ഓഫർ എന്ന് പറയുന്നത് ജെന്യുവിനാണെന്ന് അവർ വിശ്വസിച്ചേക്കാം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചേക്കാം. കാരണം അവർക്ക് അത്രയും സബ്സ്ക്രൈബ് കൗണ്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇവർ ഹാക്കർ വിജയിച്ചു. കാരണം നല്ല സബ്സ്ക്രൈബ് കൗണ്ട് ഉള്ള ഒരു ചാനലിലേക്കാണ് ഈ ഓഫർ നൽകുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും വരാറുണ്ട്. അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്ക് സബ്സ്ക്രൈബ് കൗണ്ട് കുറവുള്ളവരാണെങ്കിലും കൂടുതലുള്ളവരാണെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളുടെയൊക്കെ ചാനലിൽ സംഭവിച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇവർക്കൊരു മെയിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ നമ്മളെ വിളിച്ചപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടെൻഷനായിട്ടാണ് വിളിച്ചത്. സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാകും. 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഒരു രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ കിട്ടാത്തത്. അപ്പോൾ അവരോട് നിങ്ങളുടെ ചെയ്ത കാര്യം എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ അൺയൂഷ്വലായിട്ട് എന്താണ് ചാനലിൽ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത്, അവർക്കൊരു പ്രൊമോഷൻ്റെ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. 1 അല്ല 2 മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. വളരെ ജെന്യുവിനായിട്ടുള്ള രീതിയിലാണ് അതിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് നമ്മൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കുറച്ച് ഫയൽ ഇവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ കൊടുത്തു. കാരണം അതിലാണ് ഇവരുടെ പ്രോസ്പെക്ടസും കോൺട്രാക്റ്റ്, നിങ്ങൾ എങ്ങനെ വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ, വീഡിയോസും ഓഡിയോ ഇതെല്ലാം അതിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ മൊബൈലിലല്ല ഇവരുടെ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറഞ്ഞു. ഇവർ ലാപ്ടോപ്പിൽ അത് ചെയ്തു. ഇവർ പറഞ്ഞ പാസ്വേഡും കൊടുത്തു. ആ പാസ്വേഡ് കൊടുത്ത് അത് ഓപ്പൺ ചെയ്തതോട് കൂടിയിട്ട് ഇവരുടെ ചാനൽ ആക്സസ് പോയി. ഇവരുടെ ചാനലിൻ്റെ ഫുൾ കൺട്രോൾ അവർ ഏറ്റെടുത്തു. പാസ്വേഡ് ചേഞ്ച് ചെയ്തു, റിക്കവറി, മൊബൈൽ നമ്പറും എല്ലാം ചേഞ്ച് ചെയ്തു. പിന്നീട് ഒരു തരത്തിലും ഇവരുടെ ചാനൽ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവർ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ അടിച്ചിരുന്ന് പിന്നെ വേറെ ഏതൊരു യൂട്യൂബറോട് ചോദിച്ചപ്പോൾ അവരാണ് എൻ്റെ നമ്പർ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ അവർ സൈബർ സെല്ലിലൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ചാനലിൽ സംഭവിച്ച ഇവർ ചെയ്ത ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് മനസ്സിലായി. ഒരു പ്രൊമോഷൻ മെയിൽ വന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തതോട് കൂടിയിട്ടാണ് അവരുടെ ചാനൽ പോയത്. തെറ്റ് മനസ്സിലായി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരിവിടെ 2 തെറ്റ് ചെയ്തു.
അതായത് ഒന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു, ഇവർക്ക് വന്ന ആ ഒരു മെയിൽ ഇവർ ആ ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്തതോട് കൂടിയിട്ടാണ് ആക്സസ് പോയത് എന്നുള്ളത്. അപ്പോൾ അതൊരിക്കലും ഡൗൺലോഡ് ചെയ്യാൻ പാടില്ലായിരുന്നു, അതവർ ലാപ്ടോപ്പിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പാസ്വേഡൊക്കെ അടിച്ചു കൊടുത്തു. അതൊരു തെറ്റാണെന്ന് പറയാം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു 8 ലക്ഷത്തിലധികം സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ ഒരു പ്രൊമോഷൻ വരുമ്പോൾ അത് ജെനുവിനാണോ അല്ലയോ എന്നുള്ളതൊക്കെ നോക്കി ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഇവർ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും ഇത് വരുന്ന കമ്പനി, ഇവരുടെ ലോഗോ അല്ലെങ്കിൽ കമ്പനിയുടെ പേരൊക്കെ കാണുമ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനികളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓക്കെ ഇത് വിശ്വസിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത്. ചാനൽ പോയപ്പോഴാണ് ഇതൊരു മിസ്റ്റേക്ക് ആയിരുന്നു, ഒരു ചതിയായിരുന്നു എന്ന് മനസ്സിലായത്. പക്ഷെ അതിന് മുന്നേ ഇവർ ആദ്യത്തെ ഒരു തെറ്റ് ചെയ്തത്, ഇവർക്ക് വന്ന മെയിൽ ഇവരുടെ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയിലേക്കാണ്. അപ്പോൾ ഈ മെയിൽ ഇവർക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, ഇവരുടെ സ്പോൺസർഷിപ്പ് മെയിലും ചാനലിലുള്ള പ്രൈമറി മെയിലും ഒന്നായിരുന്നു. രണ്ടും സെയിം ആയതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇവർക്ക് വന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഒരു തരത്തിലും നമ്മളത് ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പ്രൊമോഷനുകളൊക്കെ ഈ ഒരു മെയിൽ ഐ ഡി ഇതിലേക്ക് മെയിൽ അയക്കൂ എന്ന് പറയുമ്പോൾ ഹാക്കർമാർക്ക് വളരെ സുഖമാണ്. നിങ്ങൾക്ക് ഒരു 10,000 ആളുകൾക്ക് അയച്ചു കഴിഞ്ഞാൽ അതിൽ എത്ര പേര് അതിൽ അപ്രൂവ് ചെയ്യും? അതിലൊരു 9,000 ആൾ, ഇനിയിപ്പോൾ 100 ആളുകൾ മാത്രം ക്ലിക്ക് ചെയ്താൽ പോരെ, 100 ചാനൽ അവർക്ക് സക്സസ് അല്ലേ? ഇവരിതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഒരിക്കലും ഒരു ക്രിയേറ്റർ ഒരിക്കലും നമ്മുടെ ചാനലിലുള്ള ആ ഒരു ഐ ഡി ഒരു സ്പോൺസർഷിപ്പിന് അതല്ലെങ്കിൽ വേറെ ഒരു കാര്യത്തിനും നമ്മൾ വേറൊരാൾക്ക് റിവീൽ ചെയ്യരുത്. അത് നമ്മൾ പ്രൈവറ്റായിട്ട് തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് പകരം നിങ്ങൾ സ്പോൺസർഷിപ്പിന് ചെയ്യേണ്ടത് വേറൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിന് മാത്രമായിട്ടത് യൂസ് ചെയ്യുക. അതിൽ നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസുകൾ മറ്റ് ഇതുപോലെയുള്ള ചാനലുകൾ ഇതൊന്നും ഉപയോഗിക്കാതെ സെപ്പറേറ്റ് ആയിട്ട് ആ ഒരു ഇമെയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ടെൻഷനില്ല. അപ്പോൾ ഇത് കാണുന്ന നിങ്ങളൊക്കെ പ്രൊമോഷൻ മെയിലുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് വരുന്നവരാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ഒരു ഡിവൈസ് മാറ്റി വെക്കുന്നതാണ് നല്ലത്. ഒരു മൊബൈൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് വന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഒരു മിസ്റ്റേക്കാണ്. ഇത് നിങ്ങൾ ചെയ്യാതിരിക്കുക. ചാനൽ തിരിച്ചു കിട്ടിയപ്പോൾ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നിങ്ങളൊരു വീഡിയോ ചെയ്യണം, കാരണം കുറേ പേർക്ക് ഇത് അറിയില്ല എന്നുള്ളത്. അവരും ഇതിനെക്കുറിച്ച് അത്ര ബോധേഡായിരുന്നില്ല. അപ്പോൾ ഇത് കാണുന്ന ക്രിയേറ്റേഴ്സ്, നിങ്ങൾ ചെറിയതോ വലുതോ എത്ര നിങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും നിങ്ങളുടെ ചാനലിൻ്റെ മെയിൽ ഐ ഡി നിങ്ങൾ സ്പോൺസർഷിപ്പിനും അല്ലെങ്കിൽ മറ്റു കാര്യത്തിനും കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ആ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ് എനിക്ക് പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ചാനൽ, അതായത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയും എന്നുള്ളത് പോലെ നമ്മുടെ ചാനൽ ഉണ്ടെങ്കിലേ നമുക്ക് സ്പോൺസർഷിപ്പും അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ വരുള്ളൂ. ഇതിൽ എടുത്തു പറയേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, ഇവരുടെ ചാനൽ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഇവർ അത് എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കാൻ എന്താണ് മാർഗം എന്നുള്ളത് അന്വേഷിച്ച് പെട്ടെന്ന് ഇറങ്ങി എന്നുള്ളതാണ്. ആദ്യം അവരൊന്ന് ഷോക്കായെങ്കിലും പിന്നീട് അവർ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് അവരത് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ഡീറ്റെയിൽസ് മാത്രമേ അവരുടെ കയ്യിൽ ഇല്ലാത്തതായിരുന്നുള്ളൂ. ഏകദേശം ഒരു 80% കാര്യങ്ങളും അവർ വളരെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ഒരു ചാനൽ റിക്കവർ ചെയ്തെടുക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ അതും നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാനൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അത് പറയുന്നുണ്ട്. അത് അവർക്കും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ നമ്മൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ലിസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് നിങ്ങളൊക്കെ അത് കീപ്പ് ചെയ്യണം, അത് സൂക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അവരുടെ ചാനലിൽ സംഭവിച്ച കാര്യം. അപ്പോൾ അതൊന്ന് നിങ്ങൾ കാണുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ചാനലിൽ സംഭവിച്ചത്. നമ്മളെ വിളിക്കുന്നത് ഏകദേശം ഒരു വൈകുന്നേരമാണ്, 2 ദിവസം മുന്നേ ഉള്ള ഒരു വൈകുന്നേരമാണ്. ഞാൻ പുറത്തായിരുന്നു. പക്ഷേ നമുക്കന്ന് രാത്രി ഇരുന്ന് പിറ്റേ ദിവസം ഒരു മോർണിംഗ് കഴിഞ്ഞപ്പോഴേക്കും നമുക്കത് തിരിച്ച് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം അത് എടുത്ത് തിരിച്ച് കൊടുക്കാൻ പറ്റി കഴിഞ്ഞതിൽ. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക, കാരണം അത് ഹാക്ക് ചെയ്യപ്പെട്ടത് തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ ഹാക്ക് ചെയ്യപ്പെടാതെ നോക്കുന്നതാണ് നല്ലത്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത്
നോക്കുന്നത്. രോഗം വരാതെ നോക്കുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്യപ്പെടാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതുപോലെയുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.